അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 തേങ്ങ തിരികെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ കുരുമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. 15 ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളി അതും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വാളംപുളിയാണ്, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 6 സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ബ്രൗൺ കളറിൽ ഇത് വറുത്തുകൊണ്ട് വരണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മുടെ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഒറ്റ പിടിയിലിന് തേങ്ങ വറുത്തെടുക്കാതെ ഇരിക്കുക. അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. ചെറു ചൂടോടുകൂടി നമ്മൾ 3 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 3 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് മിക്സിക്കകത്ത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതുപോലെ നല്ല അടിപൊളി ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക.